Let us see how the chemical formula of acids can be written. ആസിഡുകളുടെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. Which are the ions derived from hydrochloric acid? Why is it a monobasic acid? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഏതെല്ലാം അയോണുകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതൊരു ഏകബേസിക ആസിഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? Since one molecule of hydrochloric acid contains one H positive and one Cl negative, the chemical formula will be HCl. ഒരു H പോസിറ്റീവ് ഒരു Cl നെഗറ്റീവ് എന്നിവ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിലുള്ളതിനാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസസൂത്രം HCl എന്നായിരിക്കും. H positive and SO2 are the ions derived from sulfuric acid. സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ലഭിക്കുന്ന അയോണുകൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ ബേസിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ദ്വിബേസിക ആസിഡാണ്. ഹെൻസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് H2SO4. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4 എന്നാണ്. The basicity and the negative ions of certain acids are given in table 3.8. ചില ആസിഡുകളുടെ നെഗറ്റീവ് അയോണും ബേസികതയും ചുവടെ തന്നിരിക്കുന്നു. Find their chemical formula and complete the table. അവരുടെ രാസസൂത്രം എഴുതി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ക്ലോറിൻ നെഗറ്റീവ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിറ്റി എന്താണ്? അടിയിലൊന്നും എഴുതാതുകൊണ്ട് മുകളിൽ എഴുതിയില്ല. അപ്പോൾ 1 Cl 1 HCl ഒരുമിച്ച് എഴുതി. ഒന്നായതുകൊണ്ട് നമ്മളവിടെ 1 എഴുതേണ്ട ആവശ്യമില്ല. SO2 തന്നിട്ടുണ്ട്, നമുക്ക് 4 തന്നിട്ടുണ്ട്. ബേസിറ്റി മുകളിലുള്ളതാണ് എന്ത് ബേസികത അല്ലെങ്കിൽ ബേസിറ്റി എന്ന് പറയുന്നത്, അത് 2 ആണ്. അത് നമ്മൾ എന്ത് എഴുതണം? എച്ചിനോട് കൂടിയാണ് നമ്മൾ മുകളിലുള്ള നമ്പർ എഴുതേണ്ടത്. SO4 എഴുതി. ഇനി PO3 തന്നിട്ടുണ്ട്, നമുക്ക് 4 തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസികത എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ എഴുതിയില്ല 3 ആണ്. ഇനി അത് നമുക്ക് എങ്ങനെ ഇത് H ചേർത്ത് നമുക്ക് എഴുതാം. H മുകളിലുള്ള നമ്പറാണ് നമ്മൾ Hൻ്റെ കൂടെ എഴുതേണ്ടത്. 3PO4 NO3 നെഗറ്റീവാണ്, അപ്പോൾ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Hൻ്റെ കൂടെ അത് എഴുതാം. HNO3. ഇനി CO2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്. അപ്പോൾ H2 നമുക്ക് എഴുതാം. CO3 മുകളിലുള്ള നമ്പർ എപ്പോഴും Hൻ്റെ കൂടെ എഴുതേണ്ടതാണ്. ഇനി HSO എഴുതി, മുകളിൽ 2 ആണ്, അത് Hൻ്റെ കൂടെ എഴുതി. 3Sൻ്റെ കൂടെ എഴുതി. ആൽക്കീസ് ആർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആര്? ആൽക്കലികൾ. The number of OH ions present in alkalis will be equal to the charge of the positive ion. പോസിറ്റീവ് അയോണുകളുടെ ചാർജിന് തുല്യമായ എണ്ണം OH അയോണുകൾ ആണ്. അതിലാണ് എന്തുണ്ടാവുക? ആൽക്കലികൾ ഉണ്ടാവുക. വിച്ച് ഈസ് ദ പോസിറ്റീവ് അയോൺ പ്രസൻറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്? സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ ഏതാണ്? സോഡിയത്തിൻ്റെ H നമ്മൾ നീക്കിയിട്ട് സോഡിയത്തിന് എഴുതാം. Na പോസിറ്റീവ്. ഇനി ഹൗ മെനി OH നെഗറ്റീവ് അയോൺസ് ഈക്വൽ ടു ദ പോസിറ്റീവ് ചാർജ് ഓൺ സോഡിയം അയോൺ വിൽ ബി പ്രസൻറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്? സോഡിയം അയോണിൻ്റെ പോസിറ്റീവ് ചാർജിന് തുല്യമായ എത്ര OH അയോണുകളാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഉണ്ടാവുക? എന്താണ് ഇവിടെ നെഗറ്റീവ് അല്ല, അപ്പോൾ എത്ര ആയിരിക്കും? 1. ഇഫ് സോ വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്? അങ്ങനെയെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ രാസസൂത്രം എന്താണ്? NaOH. The positive ions of some bases are given in the table below. Find the chemical formula and complete the table. ചുവടെയുള്ള പട്ടികയിൽ ബേസിലെ പോസിറ്റീവ് അയോൺ നൽകിയിട്ടുണ്ട്. രാസസൂത്രം കണ്ടുപിടിച്ചിട്ട് പട്ടിക പൂർത്തിയാക്കുക. പോസിറ്റീവ് അയോൺ ഇൻ ദ ബേസസ്. ബേസിലെ പോസിറ്റീവ് അയോൺസ് ആണ് ഇവിടെയുള്ളത്. നമ്പർ ഓഫ് OH അയോൺസ് ദാറ്റ് കമ്പൈൻ വിത്ത് പോസിറ്റീവ് അയോൺസ്. പോസിറ്റീവ് അയോണുകളുമായി സംയോജിക്കുന്ന OH അയോണുകളുടെ എണ്ണമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കെമിക്കൽ ഫോർമുല അതും നമ്മളിവിടെ എഴുതണം. നെയിം ഓഫ് ബേസ്. ബേസിൻ്റെ പേര് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം?
Na പോസിറ്റീവാണ്, ഒന്നാണ്. കെ എന്താണ്, പോസിറ്റീവാണ് അല്ലേ. Na പോസിറ്റീവ് അതുപോലെ കെ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എത്ര എഴുതാം, 1. ഇവിടെ എങ്ങനെ എഴുതാം, ഇവിടെ നോക്കി നമ്മൾ Na കൂടെ നമ്മൾ എന്ത് ചേർത്ത് എഴുതി, OH. അതുപോലെ കെയുടെ കൂടെ നമുക്ക് എന്ത് എഴുതാം, OH. ഇനി Ca2 മുകളിൽ നമുക്ക് 2 ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, മൂല്യം 2ൽ കൂടുതലാണെങ്കിൽ, രണ്ടോ 2ൽ കൂടുതലാണെങ്കിൽ ബ്രാക്കറ്റ് എഴുതിയിട്ട് പുറത്ത് വേണം ഈ നമ്പർ എഴുതാനായിട്ട്. അപ്പോൾ നോക്കിയേ, Ca ഇതിൻ്റെ OH ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്താണ് എഴുതിയുള്ളത് അല്ലേ. അതുപോലെ Al നമുക്ക് എങ്ങനെ എഴുതാം, Al 3 ആണ്. അപ്പോൾ 3 നമുക്കിവിടെ എഴുതാം. Al OH ബ്രാക്കറ്റിൽ എഴുതണം, എന്ന് വെച്ചാൽ 2ൽ കൂടുതലാണ്. ബ്രാക്കറ്റ് എഴുതിയിട്ട് 3 ഇവിടെ എഴുതാം. ഇനി Fe മുകളിൽ എത്രയാണ്, 3 ആണ് എഴുതിയത്, അതിവിടെ എഴുതാം. നമുക്കിവിടെ Fe OH ബ്രാക്കറ്റിൽ എഴുതാം, 3 താഴോട്ട് എഴുതാം. Cu മുകളിൽ 2 ആണ് തന്നിരിക്കുന്നത്, ആ 2 ഇവിടെ എഴുതാം. Cu OH എഴുതിയിട്ട് ബ്രാക്കറ്റ് ആക്കുക, ഈ 2 താഴെ എഴുതാം. കെമിക്കൽ ഫോർമുല ഓഫ് സാൾട്ട്സ്, ലവണങ്ങളുടെ രാസസൂത്രം. യു നോ ദാറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ ത്രൂ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും തമ്മിൽ നിർവിരീകരണ രാസപ്രവർത്തനത്തിലൂടെ ലവണവും ജലവും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആസിഡും ബേസും തമ്മിൽ നിർവിരീകരണ രാസപ്രവർത്തനത്തിലൂടെ ലവണവും ജലവും ഉണ്ടാകുന്നെന്ന് നിങ്ങൾക്ക് അറിയാം. സാൾട്ട് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനൈസേഷൻ ഓഫ് നെഗറ്റീവ് അയോൺസ് ഓഫ് ആസിഡ്സ് ദാറ്റ് ദ പോസിറ്റീവ് അയോൺസ് ഓഫ് ബേസസ്. ആസിഡിലെ നെഗറ്റീവ് അയോണും ബേസിലെ പോസിറ്റീവ് അയോണും ചേർന്നാണ് ലവണം ഉണ്ടാകുന്നത്. ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, the Na positive ion of NaOH and Cl negative of HCl combine to form the salt NaCl. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുമ്പോൾ NaOHലെ Na പോസിറ്റീവും HClലെ Cl നെഗറ്റീവും ഇവ ചേർന്ന് NaCl എന്ന ലവണമുണ്ടാകുന്നു. സാൾട്ട് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സാൾട്ട്സ്, കോൺസ്റ്റുവൻറ്റ് അയോൺസ് കമ്പൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സം ഓഫ് ദ ചാർജസ് ഓഫ് ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് ദ നെഗറ്റീവ് അയോൺസ് ഈസ് 0. പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആകത്തക്ക തരത്തിലായിരിക്കും ലവണങ്ങൾ രൂപീകരിക്കുന്നത്. അവയിലെ അയോണുകൾ സംയോജിക്കുക. The sum of the charges of the positive ions and the negative ions in a salt will be 0. ഒരു ലവണത്തിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആയിരിക്കും. Let us see how the chemical formula of salts can be written. ലവണങ്ങളുടെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. While writing the chemical formula of salts, first write the symbol of the positive ion and then the symbol of the negative ion. ലവണങ്ങളുടെ രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവും അയോണിൻ്റെ പ്രതീകവും തുടർന്ന് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകവും എഴുതണം. Interchange the numbers indicating the charge of each ion radical and write them as base indices. ഓരോ അയോണിൻ്റെയും റാഡിക്കലുകളുടെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റി പദാങ്കമായി എഴുതണം. Simplify the base indices and write them in the smallest possible whole number ratio. പദാങ്കങ്ങൾ ലഘൂകരിച്ച് ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ അംശബന്ധത്തിൽ എഴുതണം. Which is the positive ion in magnesium hydroxide? മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ ഏതാണ്? Mg2+. Which is the negative ion in phosphoric acid? ഫോസ്ഫോറിക് ആസിഡിലെ നെഗറ്റീവ് അയോൺ ഏതാണ്? PO3-4. Let us see how the chemical formula of the salt magnesium phosphate, which is formed from magnesium hydroxide and phosphoric acid, is written.
മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഫോസ്ഫറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന ലവണത്തിൻ്റെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടു ഡിറൈവ് ദ കെമിക്കൽ ഫോർമുല, ഫസ്റ്റ് റൈറ്റ് ദ സിമ്പിൾ ഓഫ് ദ പോസിറ്റീവ് അയോൺ ആൻഡ് ദെൻ ദ സിമ്പിൾ ഓഫ് ദ നെഗറ്റീവ് അയോൺ. രാസസൂത്രം എഴുതാനായി ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകവും തുടർന്ന് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകവും എഴുതണം. Mg2 plus PO 3 minus 4. Write the number indicating the charge of each ion radical as base index after interchanging them. അവയുടെ ഓരോ അയോണിൻ്റെ ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റി പദാംഗമായി എഴുതുക. അപ്പോൾ Mg3 PO4 2. From this you have understood that the chemical formula of magnesium phosphate is Mg3 phosphate 4 2. Let us see how the chemical formula of the salt calcium sulfate found by the reaction between sulfuric acid and calcium hydroxide is written. ഇതിൽ നിന്ന് മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് രാസസൂത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. കാൽസ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും പ്രവർത്തിച്ച് കാൽസ്യം സൾഫേറ്റ് എന്ന ലവണത്തിൻ്റെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ഈസ് ദ പോസിറ്റീവ് അയോൺ ഇൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ ഏതാണ്? Ca2+. ഉണ്ടോ? ഈ സിയുടെ കൂടെ ഈ 2 എഴുതിയാൽ മതി. വിച്ച് ഈസ് ദ നെഗറ്റീവ് അയോൺ ഇൻ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിലെ നെഗറ്റീവ് അയോൺ ഏതാണ്? SO2-. To derive the chemical formula, first write the symbol of the positive ion and then the symbol of the negative ion. രാസസൂത്രം എഴുതാനായി ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകവും പിന്നീട് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകവും എഴുതണം. അപ്പോൾ Ca2 plus SO2 4. Write the number indicating the charge of each ion radical as base index after interchanging them. അവയുടെ ഓരോ അയോണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റി പദാംഗമായി എഴുതണം. അപ്പോൾ Ca2SO4 2. You got Ca2SO4 2 as the formula after interchanging the base indices. ഓരോ അയോണിൻ്റെ ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യ പരസ്പരം മാറ്റി പദാംഗം എഴുതിയപ്പോൾ കിട്ടിയത് നമ്മൾ കണ്ടല്ലോ. നോട്ട് ഹൗ ദ ബേസ് ഇൻഡിസസ് ആർ സിംപ്ലിഫൈഡ് ആസ് സ്മോൾ വോൾ നമ്പർ റേഷ്യോ. പദാംഗങ്ങൾ ലഘൂകരിച്ച് ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ അംശബന്ധത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് Ca2 കണ്ടല്ലോ. ഇനി SO4 2 ഇതിനെ രണ്ടിനും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ Ca1 ആയി. SO4 എത്രയായി? 1 ആയി. അപ്പോൾ CaSO4 1 നമുക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല.